കോഫി. സൂര്യക്ക് കോഫി കൊടുത്തോ? വേണ്ടെന്ന് പറഞ്ഞു സാർ. രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നന്ദിനിക്കോ? കൊടുത്തു. അവളത് കുടിച്ചു കാണില്ല. അവള് വല്ലാത്ത കരച്ചില്ല സാറേ. ഞാൻ പിന്നെ ഒന്ന് സമാധാനിപ്പിച്ചു. ശരി സാർ. രാജു, നന്ദിനിയെ പറ്റി സംസാരിക്കുമ്പോ അവളെ ഇവളെ എന്നൊന്നും ഇനി പറയണ്ട. നന്ദിനി എന്റെ മകന്റെ ഭാര്യ, ഈ കുടുംബത്തിലെ മരുമകളാ. മനസ്സിലായോ? ശരി സാർ. ആ, വേറൊരു കാര്യം കൂടി. നന്ദിനിയെ പഴയതുപോലെ ഒരു വേലക്കാരിയായി കാണണമെന്ന് നിന്നോടും സുമയോടും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറയും. അങ്ങനെ ആര് പറഞ്ഞാലും നിങ്ങളത് കാര്യമാക്കണ്ട. നന്ദിനിയോടുള്ള നിങ്ങളുടെ പെരുമാറ്റം മാന്യമായിരിക്കണം. ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കില്ല സാർ. ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. അത് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ചുറ്റും നിൽക്കുന്ന നമ്മളെ കൊണ്ടേ പറ്റൂ. അവളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. എന്റെ പൊന്നു സാറേ, മനസ്സ് തട്ടിക്കൊണ്ട് ഞാൻ പറയുക, എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളല്ലേ സാറേ രക്ഷപ്പെട്ടത്. നല്ല പെൺകുട്ടിയാ സാറേ. അറിവുണ്ട്, ആളുകളോട് പെരുമാറാനും അറിയാം. ഞാനും സുമയും തമ്മിൽ പറയുമായിരുന്നു, സൂര്യ സാറിനെ കണ്ടുവച്ച ആ പെണ്ണുണ്ടല്ലോ, എന്തൊരു അഹങ്കാരമായിരുന്നു ആൾക്കാരോടെ കാണിച്ചിരുന്നത്. ദൈവം അതിനെ തട്ടിക്കളഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. നന്ദിനി ഈ കുടുംബത്തിനൊരു ഐശ്വര്യമായിരിക്കും സാറേ. നീ പോയിക്കോ. സുമയോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. ശരി സാറേ. അപ്പൊ ഇനി അവള് ഇവളെന്നൊന്നും പറയാൻ പാടില്ല. പിന്നെ എന്താ വിളിക്ക? ഞാനെന്തിനാ കുറയ്ക്കുന്നേ? സൂര്യ സാറിന്റെ ഭാര്യയല്ലേ? നന്ദിനി മേഡം എന്ന് തന്നെ വിളിക്കാം. നന്ദിനി മേഡം. നന്ദിനി മേഡം കൊള്ളാം. സുമേ, ഞാനിത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ശരി. രാജു. എന്താ മേഡം? ഇതാർക്കാ? നന്ദിനി മേഡത്തിന്. മേഡം ആർക്കാന്ന് പറഞ്ഞു? നന്ദിനി മേഡത്തിന്. നിന്റെയും സുമയുടെയും കൂട്ടത്തിൽ നിങ്ങൾക്ക് താഴെ ഒരുത്തി. അതാ അവളുടെ സ്ഥാനം. അതനുസരിച്ച് വിളിച്ചാ മതി. കേട്ടല്ലോ? ഓ ശരി മേഡം. വൃത്തിയാക്കാൻ ഇവിടെ വേറെ ആളില്ലേ? ഇത്തരം ജോലികൾ അവളെ ഏൽപ്പിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? നന്ദിനി, നന്ദിനി വരുന്നു.
ചെയ്യുന്നതേ വൃത്തിയായിരിക്കണം. ഈ വീട്ടിലെ ചില വേസ്റ്റുകളൊക്കെ ഉണ്ട്. പവിത്രനെങ്കിലോ രാജേന്റെയോ? ഇവരെന്താ ഈ നേരത്ത്? ആഹാ. എന്താ പത്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് കണ്ടപ്പോ. ഇരിക്കൂ. നിങ്ങൾ ലണ്ടനിലായിരുന്നു അല്ലേ? വിവാഹത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേടോ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വരിക, മണവാളനെ മണവാട്ടിയെ ഒന്ന് കാണുക, എന്നിട്ടേ വീട്ടിൽ പോകുന്നുള്ളൂ എന്ന് അങ്ങ് തീരുമാനിച്ചു. കേട്ടോ പത്മ, ഫ്ലൈറ്റിൽ ഞങ്ങളുടെ കൂടെ ആ സെയ്ദ് ഇബ്രാഹിമും ഉണ്ടായിരുന്നു. നമ്മുടെ റംസാൻ ജ്വല്ലറി ഇല്ലേ, അതിന്റെ ഉടമ. ഓ ഓക്കെ. ഞങ്ങള് പത്മയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞപ്പോ എന്താ ഒരു ബഹുമാനം. പത്മയെപ്പോലെ ഇത്രയും ഷാർപ്പായ ഒരു ബിസിനസ് വുമണിനെ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. ഓ റിയലി? ആ അതെ. ആ പത്മ, സൂര്യ എവിടെ? അവനെയും ഭാര്യയും ഒന്ന് കണ്ടിട്ട് ഞങ്ങക്ക് പെട്ടെന്ന് അങ്ങ് പോണം. വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ വരാം. അല്ലെങ്കിൽ സത്യത്തിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് സൗകര്യം പോലെ വന്നാ മതിയായിരുന്നു. അങ്ങനെയാണോ എനിക്ക് സൂര്യ? ഞാൻ എത്ര എടുത്തോട് നടന്നതാ അവനെ. വിളിക്ക് പത്മ. അത് അവരിവിടെ ഇല്ല. ഇവിടെ ഇല്ലെന്നോ? എവിടെ പോയി അവര്? അത് വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ, കുറെ ക്ഷേത്രങ്ങളിലൊക്കെ പോണോന്ന് പറഞ്ഞു. ഓ, എന്നാ ഞങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 3-4 ക്ഷേത്രങ്ങളുണ്ട്. എല്ലാം ഇന്നോ നാളെയോ തീർക്കണമെന്ന് പറഞ്ഞു പോയിരിക്കാം. മിക്കവാറും അവര് തിരിച്ചെത്തുമ്പോ രാത്രിയാവും. കഷ്ടമായല്ലോ. കുഴപ്പമില്ല ആന്റി, അവരിവിടെ ഫ്രീ ആയിരിക്കുന്ന ദിവസം അമ്മ വിളിച്ച് പറയുമല്ലോ. ആണോ? അപ്പൊ വന്നാ പോരെ നിങ്ങക്ക്? അതെ അതെ, ഇപ്പോ പോകുന്നതാ നല്ലത്. പവിത്രേട്ടാ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഓ ശരി. സൂര്യ വരുമ്പോ പറഞ്ഞേക്കണേ പത്മേ. ഏയ് രാജേന്ദ്ര. ആ സൂര്യ,